ശ്രീ അനിൽകുമാർ, കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഇടപെടൽ ആണ് ഉണ്ടാകുന്നത്. ഇതാ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പറയുന്നു ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന്, ഇങ്ങനെ ഒരു കമ്മിറ്റി ആദ്യമാണ് എന്ന്. തീർച്ചയായും അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലെത്തിയിട്ട് 4.5 വർഷമായി. എന്തു ചെയ്തു സർക്കാർ? എന്തുകൊണ്ടാണ് ഈ നിശബ്ദത തുടർന്നത്? എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല? അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. ശ്രീ അനിൽകുമാർ, അല്ല, ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സർക്കാരിനെ സഹായിക്കുന്നതും പൊതുമണ്ഡലത്തെ സഹായിക്കുന്നതുമാണ്. അതനുസരിച്ച് ധാരാളം നടപടികൾ സർക്കാർ ആ മേഖലയിൽ എടുത്തിട്ടുണ്ട്. ക്ഷേമ കമ്മിറ്റി വന്ന ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്ന് കേരള സർക്കാർ സ്വീകരിച്ച നിലപാടിനെ തുടർന്ന് കേരള നിയമസഭ, കേരളത്തിലെ സിനിമാ മേഖല പഴയ നിലയിലല്ല. ഈ കാലഘട്ടത്തിലെ അതിക്രമങ്ങൾ സാരമായി കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് നടന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് ഒരു നിയമവ്യവസ്ഥയുടെ മുന്നിൽ കടന്നു വന്ന് വ്യവഹാരത്തിന്റെ ഭാഗമായി പോകുന്നതിന് സന്നദ്ധതയുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി പറഞ്ഞത്. അതനുസരിച്ച് ഒരു ഉന്നത സംഘത്തെ, പോലീസ് സംഘത്തെ നിയമിക്കുകയും ചെയ്തു. അടുത്ത ഘട്ടം എന്താണ്? ഇതിന്റെ ഭാഗമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനെ തുടർന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് പരാതിക്കാരായ മുഴുവൻ ആളുകളെയും ഇനിയും ഏതെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ല, അവിടെയാണ് ശ്രീ അനിൽകുമാർ ഇതിൽ കോടതിയുടെ നിരീക്ഷണം വ്യത്യസ്തമാകുന്നത്. അതായത് മുന്നിലൊരു പരാതിക്കാർ ഇല്ല, അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നോട്ട് പോകുന്നതിന് പരിമിതി എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് കോടതി പറഞ്ഞു കഴിയുന്നു. അതായത് കുറ്റകൃത്യമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്, ആ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണമാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ പരാതിയുണ്ടോ എന്നതിനപ്പുറത്ത് ഒരു കുറ്റകൃത്യം ഒരു മേഖലയിൽ നടക്കുന്നു എന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നു, സർക്കാരിനെ അറിയിക്കുന്നു. എന്നിട്ടും സർക്കാർ നിശബ്ദത പാലിച്ചു. അത് തടയാൻ എന്ത് ചെയ്തില്ല എന്നുള്ളതാണല്ലോ പ്രധാനം. ഈ തടയാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന തടയുക എന്നുള്ളതല്ലേ? അതല്ലേ ഇപ്പൊ സംവിധാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4-4.5 കൊല്ലത്തിനിടയ്ക്കുള്ള സംഭവങ്ങളാണോ പരാതിയായിട്ട് വന്നിരിക്കുന്നത്? 10-15 കൊല്ലം പഴക്കമുള്ള സംഭവങ്ങളാണ് ഇപ്പൊ പരാതിയായിട്ട് വരുന്നത്. അതിനർത്ഥം ഇപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട നേട്ടമാണ്, സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമാണ്. മുമ്പുണ്ടായ കാര്യങ്ങൾ പരാതിപ്പെടണം. ആ പരാതിക്കിടയാകും തരത്തിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ പല വ്യക്തികളും കല്യാണമൊക്കെ കഴിഞ്ഞു കാണും, കുടുംബമായിട്ട് മറ്റു സ്ഥലങ്ങളിലായിരിക്കും, രാജ്യത്ത് തന്നെ ഉണ്ടാവില്ല. അവരിപ്പോൾ വ്യവഹാരങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് വസ്തുതകൾ പറഞ്ഞു. അതിനപ്പുറം ഞങ്ങൾ ഇല്ല എന്നൊരു നിലപാട് വ്യക്തമാക്കി. അതിന്റെ വ്യത്യസ്തമായി 4-5 പേരുകൾ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. നല്ല കാര്യം. ഇനിയും ആരെങ്കിലും വരാൻ തയ്യാറാണോ? സർക്കാർ തുറന്ന മനസ്സാണ്. നിങ്ങളൊരു കാര്യം പറയുക, നമ്മളൊരു കേസ് എടുക്കുക. കേരളത്തിലെ അല്ല, അവിടെയാണ് ശ്രീ അനിൽകുമാർ എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നത്. താങ്കൾ പറയുന്നത് പോലെ പരാതിയുമായി വരുന്നവരുടെ പരാതി പരിഹരിക്കൂ എന്നല്ല കോടതി പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടല്ലോ, അതിൽ ക്രൈം നടന്നു എന്നത് വളരെ വ്യക്തമാകുന്നുണ്ടല്ലോ, അത് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് പരിശോധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതായത് അപ്പൊ ആരോട് ചോദിക്കണം? പോലീസുകാർ ആരോട് ചോദിക്കും? സർക്കാരിനോടാണ് ചോദ്യം ശ്രീ അനിൽകുമാർ. അല്ല, സർക്കാർ ആരോട് പോയി ചോദിക്കണം എന്നാണ് പറയുന്നത്. അല്ല പിന്നെ ഇനി എങ്ങനെയാണ് ഇപ്പോൾ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? അല്ലല്ല ശ്രീ അനിൽകുമാർ, എന്റെ സംശയം എന്താ, ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ഈ SITക്ക് പൂർണ്ണമായ രൂപം നൽകണം എന്നുള്ളത്. അപ്പോൾ ഇനി സർക്കാരിന്റെ അടുത്ത മറുപടി അല്ലെങ്കിൽ SITയുടെ മറുപടി ഞങ്ങൾ ഇത് ആരോട് പോയി ചോദിക്കണം എന്നുള്ളതായിരിക്കുമോ? അങ്ങനല്ല, SITക്ക് ആ കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾ കടന്നുവന്ന് പറയാൻ തയ്യാറാണ്. ആരും പറയാൻ തയ്യാറായില്ലെങ്കിൽ SIT എവിടുന്നാണ് വിവരങ്ങൾ ശേഖരിക്കുക? അത് രണ്ടാമത്തെ കാര്യമല്ലേ ശ്രീ അനിൽകുമാർ? ആദ്യം അവരിലേക്ക് എത്തുകയല്ലേ അന്വേഷണ സംഘം ചെയ്യേണ്ടത്? താങ്കൾ എങ്ങനെയാണ് ഇത്രമേൽ മുൻവിധിയോടെ പറയാൻ സാധിക്കുന്നത്? ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തവരൊന്നും അന്വേഷണ സംഘത്തോട് പ്രതികരിക്കില്ല എന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് അതിന് മൊഴി കൊടുക്കാൻ സഹായിച്ച ആളുകള് ഹേമ കമ്മിറ്റിയോട് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ താല്പര്യമില്ലെന്ന്. അവര് വ്യക്തമാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ധൈര്യപൂർവ്വം അവര് ഹേമ കമ്മിറ്റി പറഞ്ഞാൽ അപ്പുറം ഞങ്ങൾ പോകുന്നില്ലെന്ന് അവര് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പൊ അവരവിടെ നിൽക്കുന്നു. അതിനപ്പുറം ആരെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കല്ലേ കുറ്റകൃത്യം ചെയ്തത്. അതിന് സംശയമില്ല. SITക്ക് മുന്നിൽ ശ്രീ അനിൽകുമാർ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച്
എത്രയോ പീഡന പരാതികൾ രാജ്യത്ത് പരിഹരിക്കപ്പെടുന്നുണ്ട്, എത്രയോ കേസുകളുണ്ട്, അവരുടെയൊക്കെ ഐഡന്റിറ്റി പുറത്തു പോകുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മുടെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? ഹേമ കമ്മിറ്റിക്ക് മാത്രമാണോ ഈ ഐഡന്റിറ്റി സ്വകാര്യമായി സൂക്ഷിക്കാൻ സാധിക്കൂ? ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചാൽ, സർക്കാർ സംവിധാനത്തെ നിയോഗിച്ചാൽ ആ സമിതിയിലും ഈ ഐഡന്റിറ്റി എന്നത് രഹസ്യമായിരിക്കില്ലേ? അതെ, ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണെങ്കിൽ SI മൊഴിയിൽ ഒപ്പിട്ട് കൊടുക്കണോ? SI മൊഴിയിൽ ഒപ്പിടുക എന്ന് അല്ല, അതിനൊക്കെയുള്ള നിയമം താങ്കൾ ഈ പറയുന്നത് പോലെ FIR ഒക്കെ രജിസ്റ്റർ ചെയ്താൽ അത് പബ്ലിക്കായി മാറുമെന്നതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഇങ്ങനെ ഗുരുതരമായ ഒരു സംഭവം നടന്നാൽ ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് ഈ കോടതി തന്നെ പറയുന്നു, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന് ബാധകമാണ്. അതുകൊണ്ട് ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ അവിടെ ഇടപെടുകയാണ് ചെയ്യേണ്ടത് എന്ന് കോടതി തന്നെ പറയുന്നു. കോടതിയുടെ വിധിയൊന്നും വന്നിട്ടില്ല. കോടതി വർത്തമാനത്തിനിടെ പല കാര്യങ്ങളും ചോദിക്കും. അതിനൊപ്പം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാകുമ്പോൾ അതനുസരിച്ച് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ വാക്കാലുള്ള പരാമർശമായി തന്നെയാണ് ശ്രീ അനിൽകുമാർ ഞങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കോടതിയുടെ വാക്കാലുള്ള പരാമർശത്തെ വിധി എന്ന നിലയിലൊന്നും തെറ്റിദ്ധരിപ്പിച്ചല്ല ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നു SITക്ക് ഈ റിപ്പോർട്ടിന്റെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണം എന്ന് കോടതി പറയുന്നു. സർക്കാർ നടത്തിയതുപോലെയുള്ള ഒരു കാലതാമസം ഉണ്ടാകരുത് എന്ന് കോടതി പറയുന്നു. അത് വിധിയാവണമെന്നില്ല. ഇതൊക്കെ സർക്കാർ 100% മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 100% മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിൽ. കോടതി ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നൽകുന്നതാണെന്ന് മാത്രമല്ല, കോടതി നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 100 മാറ്റമില്ല. ശ്രീ അനിൽകുമാർ, ഇവിടെ കോടതി താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ, സർക്കാരിന്റെ സമീപനത്തിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് പോലും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന് കമ്മീഷൻ നിർദ്ദേശിക്കാത്ത ഭാഗങ്ങളും പാരഗ്രാഫുകളും അടക്കം നീക്കം ചെയ്തു എന്ന ചോദ്യമുണ്ടാകുന്നു. ഇതിനൊക്കെയാണ് ഇനി കൃത്യമായി അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ഒരു പരാതി ഇല്ല, പരാതിക്കാരനില്ല എങ്കിൽ സർക്കാരിനും അന്വേഷണ സംഘത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ല, കോടതിയിലും പോലീസിലും മുമ്പ് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരാൾ ആയിട്ടെങ്കിൽ ആർക്കെതിരെ കേസെടുക്കണമെന്നാണ് പറയുന്നത്. ശ്രീ അനിൽകുമാർ, താങ്കൾ ദയവായി മനസ്സിലാക്കുക, ആർക്കെങ്കിലും എതിരെ കേസെടുക്കുക എന്നത് മാത്രമല്ല ഈ വിഷയത്തിന്റെ ഗൗരവം. സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, അതിപ്പോ അവസാനിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ സിനിമാ മേഖല വന്നു. 8-10 കൊല്ലം മുമ്പ് നടക്കുന്ന രീതിയിലല്ല സിനിമാ മേഖല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് സിനിമാ മേഖലയിൽ പരക്കെ വന്നിട്ടുള്ള മാറ്റമാണ്, സിനിമയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. മാറ്റം ഉണ്ടായതല്ല, ആ നടനെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് സംഭവിച്ചതാണ്. കൊല കൊമ്പന്മാരെ ജയിലിലടയ്ക്കാൻ പിണറായി സർക്കാർ നേതൃത്വം കൊണ്ടുകൂടെ സംഭവിച്ചതാണ്. ആ നടന് വേണ്ടി സെൽഫി എടുക്കാൻ MP-മാര് കേരളത്തിലുണ്ട് കോൺഗ്രസിന്റെ. അല്ല, താങ്കൾ അതിൽ കോൺഗ്രസിനെയും BJP-യുടെയും രാഷ്ട്രീയം പറയുകയാണോ വേണ്ടത് ഇത്തരം ഒരു വിഷയത്തിൽ? രാഷ്ട്രീയം ഉണ്ടല്ലോ, കോൺഗ്രസിനെ നേരിട്ടിട്ടാണ് ഞങ്ങൾ നേടിയത്. കോൺഗ്രസ് ജമീൽ മേത്തർ MP സെൽഫി എടുത്ത ആൾക്ക് മാന്യത കൊടുത്തപ്പോൾ അതിനെ വെല്ലുവിളിച്ചിട്ടാണ് ഞങ്ങൾ ഈ നേട്ടം നേടിയത്. അത് വളരെ ആകാശത്ത് കെട്ടുവീണമല്ല, പിണറായി സർക്കാർ ഉണ്ടായത് കൊണ്ടാണ്. ആ സർക്കാർ പറയുന്നത് ആരെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറായാൽ അവരോടൊപ്പം സർക്കാർ, അത് മുഖ്യമന്ത്രി ഇന്നും വ്യക്തമാക്കി, അത് തുടരും. അതാണ് നിലപാട്. ഓക്കെ, അതിനപ്പുറത്ത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേറെ നടപടികളൊന്നുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. റിപ്പോർട്ടിന്റെ ഉള്ള നടപടികളാണ് കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും തന്നെയാണ് വ്യക്തമാക്കിയത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളുടെ പേര് കേൾക്കണമെന്നുണ്ടെങ്കിൽ പരാതിക്കാരുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നല്ല സാർ, അങ്ങനെ താങ്കൾ പറയില്ലേ. എനിക്ക് സിനിമാ മേഖലയിൽ നിന്നൊന്നും ഒരു ചൂഷണവും നേരിടേണ്ടി വന്നിട്ടില്ല. താങ്കൾ അത് മനസ്സിലാക്കും. പിന്നെ താങ്കൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നല്ല, അതെങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്താണ് ഞങ്ങളുടെ ആഗ്രഹം? താങ്കൾ തുറന്നു പറയൂ. രാജ്യത്തെ നിയമവ്യവസ്ഥ എന്താണോ അതനുസരിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാനാകും. അല്ല, എന്താണ് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് താങ്കൾ അർത്ഥമാക്കുന്നത്? ഞങ്ങളുടെ ആഗ്രഹം താങ്കൾ തന്നെ പറഞ്ഞുകൊള്ളൂ. അല്ല, ഞങ്ങളുടെ ആഗ്രഹം താങ്കൾ തന്നെ പറഞ്ഞുകൊള്ളൂ. എന്താണ് ഞങ്ങളുടെ ആഗ്രഹം? പറയൂ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സർക്കാർ കേസെടുക്കണം. ആർക്കെതിരെ കേസെടുക്കണം? നിങ്ങളൊരു വ്യക്തിയുടെ പേര് പറയൂ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ. എവിടെയാണ് സാർ ഞാൻ കേസെടുക്കണമെന്ന് താങ്കളോട് പറഞ്ഞു? ആർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. എന്താ വേണ്ടത്? സർക്കാർ 4.5 കൊല്ലം ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആർക്കെതിരെ കേസെടുക്കണം? 4.5 കൊല്ലം ചെയ്യാതിരുന്നത് എന്താ എന്ന് കോടതി ചോദിക്കുന്നു. ആ കോടതി ഉത്തരം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. തീരുമാനം മുന്നോട്ട് പോകും, കോടതിക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. എന്തായാലും വളരെ നന്ദി ശ്രീ അനിൽകുമാർ. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്ന വിചിത്രമായ മറുപടിയാണ് അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആർക്കെതിരെയാണ് ചൂഷണത്തെ സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത് എന്നത് ഞങ്ങൾക്കറിവുള്ളതല്ല. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലാണുള്ളത്. ആ പേര്